BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ചൈന സന്ദർശനം വിജയകരമായിരുന്നുവെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഹമദ് രാജാവ് ചൈന സന്ദർശിക്കാനെത്തിയത്. ചൈനയ്ക്കും ബഹ്റൈനും ഇടയിൽ നിലനിൽക്കുന്ന ബന്ധവും വിവിധ മേഖലകളിലെ സഹകരണവും ശക്തിപ്പെടുത്താൻ സന്ദർശനം ഉപകരിച്ചതായും ക്യാബിനറ്റ് വിലയിരുത്തി. മേഖലയിലെയും അന്താരാഷ്ട്ര തലത്തിലെയും വിവിധ വിഷയങ്ങളിലുള്ള നിലപാടുകളും ചർച്ചയിൽ ഉയർന്നു. അറബ് ചൈനീസ് സഹകരണ ഫോറത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും അറബ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര സമാധാന സമ്മേളനം വിളിച്ചു ചേർക്കാനും പലസ്തീൻ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിനുള്ള ഹമദ് രാജാവിന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. 54ാമത് അറബ് ഇൻഫർമേഷൻ മന്ത്രിതല സമ്മേളനത്തിൽ ബഹ്റൈൻ പങ്കെടുത്തതിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബഹ്റൈനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രധാനമന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. സുരക്ഷിതത്വവും എളുപ്പവും തീർത്ഥാടകർക്ക് ഒരുക്കുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് സൗദി ഭരണകൂടത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി. കുവൈറ്റ് കിരീടാവകാശിയായി നിയമിതനായ ഷെയ്ഖ് സബ ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് അസബാഹിന് ക്യാബിനറ്റ് ആശംസകൾ നേർന്നു. പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടിക്കൊടുത്ത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേർക്കും ക്യാബിനറ്റ് പ്രത്യേകം നന്ദി അറിയിച്ചു. അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനാചരണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പ്രകൃതി വിഭവങ്ങളും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിന് മുൻകൈയെടുക്കണമെന്നും ക്യാബിനറ്റ് നിർദ്ദേശിച്ചു. ഗസയിൽ വെടിനിർത്തലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന US പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രവർത്തനങ്ങളെ ക്യാബിനറ്റ് പ്രത്യേകം അഭിനന്ദിച്ചു. ബഹ്റൈനിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ ക്യാബിൻ ക്രൂവിനെ പിടിച്ചു തള്ളുകയും പറക്കുന്നതിനിടെ വിമാനത്തിന്റെ വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്ത മലയാളി യാത്രികനെതിരെ കേസ്. അബ്ദുൾ മുസഫിർ നടുക്കണ്ടി എന്നയാൾക്കെതിരെയാണ് എയർക്രാഫ്റ്റ് നിയമം ലംഘിച്ചതിന് വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. ശനിയാഴ്ച രാവിലെ 10:10 കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 1 മണിക്കൂറിന് ശേഷമായിരുന്നു അതിക്രമം. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വിമാനത്തിന്റെ പിറകുവശത്തേക്ക് പോയ യാത്രക്കാരനോട് തിരിച്ചു സീറ്റിലേക്ക് മടങ്ങാൻ ക്യാബിൻ ക്രൂ ആവശ്യപ്പെട്ടു. ഇതോടെ അപമര്യാദയായി പെരുമാറിയ യാത്രികൻ ക്യാബിൻ ക്രൂവിനെ പിടിച്ചു തള്ളിയതായും പറയുന്നു. സഹയാത്രികർ ഇടപെട്ടതോടെ അവരോടും തട്ടിക്കയറുകയും വിമാനത്തിന്റെ വാതിൽ തുറക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. സുരക്ഷാ ഭീഷണി ഉയർന്നതോടെ ഉച്ചയ്ക്ക് 1:30 വിമാനം മുംബൈ വിമാനത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും യാത്രികനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് വിമാനം മണിക്കൂറുകളാണ് വൈകിയത്. ബഹ്റൈനിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് വരേണ്ട യാത്രക്കാരും ഇതോടെ ദുരിതത്തിലാവുകയായിരുന്നു. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി ആഗോളതലത്തിൽ 5000 കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ജൂൺ 4 മുതൽ 9 വരെയുള്ള കാലയളവിലാണ് ഇക്കോ വൈബ് എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം വസിക്കുന്ന ഭൂമിയും അതിലെ വിഭവങ്ങളും കരുതലോടെ ഉപയോഗിക്കുക എന്ന സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. ബഹ്റൈനിൽ 200 കേന്ദ്രങ്ങളിലാണ് ഇക്കോ വൈബ് നടക്കുന്നത്. റിസാല സ്റ്റഡി സർക്കിളിന്റെ യൂണിറ്റ് തലങ്ങളിൽ താമസയിടങ്ങൾ സന്ദർശിച്ച പരിസ്ഥിതി ദിനത്തിന്റെയും ശുചിത്വത്തിന്റെയും പ്രാധാന്യവും ക്രമീകരണവും ബോധവൽക്കരിക്കുന്ന സംഗമങ്ങൾ നടക്കും. താമസ കെട്ടിടങ്ങളിലെ പരിമിതമായ സ്ഥലങ്ങളിൽ ചെടികളും പച്ചക്കറികളും സജ്ജീകരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പറവകൾക്ക് കുടിക്കാൻ വെള്ളം ഒരുക്കുന്നതിനെക്കുറിച്ചും സൗഹൃദ സംഗമങ്ങളിൽ പങ്കുവയ്ക്കും. ഇക്കോ വെബ് ക്യാമ്പയിനിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ വെബിനാർ, പരിസ്ഥിതി പഠനം, ചിത്രരചനാ മത്സരം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളും അനുബന്ധമായി സംഘടിപ്പിക്കും. 34,000 ദിനാർ വില വരുന്ന മയക്കുമരുന്നുമായി ഏതാനും പേർ പിടിയിലായതായി ആന്റി ഡ്രഗ് ഡയറക്ടർ അറിയിച്ചു. വിവിധ കേസുകളിലായാണ് സ്ത്രീകളടക്കമുള്ള പ്രതികൾ പിടിയിലായത്. ഇവരിൽ നിന്ന് 3 കിലോ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതിന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ 34,000 ദിനാറോളം വില വരും. ഇവ ഉപഭോക്താക്കളെ കണ്ടെത്തി വിൽപ്പന നടത്താനായിരുന്നു പ്ലാൻ. പ്രതികളെ റിമാൻഡ് ചെയ്യാനും പിന്നീട് നിയമ നടപടികൾക്കായി കോടതിക്ക് കൈമാറാനും ഉത്തരവിട്ടു. ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം കഴിഞ്ഞ ദിവസം ബഹ്റൈൻ എയർപോർട്ട് വഴി പുറപ്പെട്ടു. നിതിനായ ഇസ്ലാമിക കാര്യ ഔഖാഫ് മന്ത്രി നവാഫ് ബിൻ മുഹമ്മദ് അൽ മുവയുടെ നേതൃത്വത്തിൽ സംഘത്തിന് യാത്രയയപ്പ് നൽകി. ബഹ്റൈൻ പിൽഗ്രിമേജ് മിഷൻ ചെയർമാൻ ഷെയ്ഖ് അദ്നാൻ ബിൻ അബ്ദുള്ള അൽ ഖത്തൻ സന്നിഹിതനായിരുന്നു. തീർത്ഥാടകരുടെ യാത്രയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കണമെന്ന് രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങളെയും കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ തുടർ നടപടികളെയും മന്ത്രി അഭിനന്ദിച്ചു. ബഹ്റൈൻ തീർത്ഥാടകർക്ക് സുഗമമായ യാത്ര
ഉറപ്പാക്കുന്നതിന് സേവനങ്ങൾ നൽകിയതിന് ബഹ്റൈൻ എയർപോർട്ട് കമ്പനിക്കും കിങ് ഹമദ് കോസ്വേ അതോറിറ്റിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. ഈ മാസം 12 വരെ ബഹ്റൈനിൽ നിന്നും ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെടും. 61 ഹജ്ജ് ഗ്രൂപ്പുകളിലായി മൊത്തം 4625 പേരാണ് ഇക്കുറി ബഹ്റൈനിൽ നിന്നും ഹജ്ജ് തീർത്ഥാടനത്തിനായി പോകുന്നത്. ഓരോ ഗ്രൂപ്പിലും 7 വിദേശികൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. വിശുദ്ധ സ്ഥലങ്ങളിൽ ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഹജ്ജ് ഉംറ ഉന്നതാധികാര കൗൺസിൽ ചെയർമാൻ കൂടിയായ മന്ത്രി കൂട്ടിച്ചേർത്തു. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായ മൊഹറക് ഏരിയ സമ്മേളനം KPA ആസ്ഥാനത്ത് നടന്നു. KPA വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിന് ഏരിയ പ്രസിഡന്റ് ഷഹീൻ മഞ്ഞപ്പാറ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രവർത്തന റിപ്പോർട്ട് ഏരിയ പ്രസിഡന്റ് ഷഹീൻ മഞ്ഞപ്പാറയും സാമ്പത്തിക റിപ്പോർട്ട് ഏരിയ ട്രഷറർ അജി അനിരുദ്ധനും അവതരിപ്പിച്ചു. 2024-26 കാലയളവിലേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വരണാധികാരി KPA അസിസ്റ്റന്റ് ട്രഷറർ ബിനു കുണ്ടറയുടെ നേതൃത്വത്തിൽ നടന്നു. പ്രസിഡന്റ് മുനീർ പൈനുവിള, സെക്രട്ടറി ഷഫീഖ് ഇബ്രാഹിം, ട്രഷറർ അജി അനിരുദ്ധൻ, വൈസ് പ്രസിഡന്റ് അജൂബ് ബദ്രൻ, ജോയിന്റ് സെക്രട്ടറി നിതിൻ ജോർജ് എന്നിവരെയും ഏരിയ കമ്മിറ്റിയിൽ നിന്നും സെൻട്രൽ കമ്മിറ്റിയിലേക്കുള്ള പ്രതിനിധിയായി ഷഹീൻ മഞ്ഞപ്പാറയെയും തെരഞ്ഞെടുത്തു. നിയുക്ത ട്രഷറർ അജി നന്ദി പറഞ്ഞു. ഇത്തവണ ലോക്സഭയിലെത്തുന്നത് 15 മുസ്ലിം പ്രതിനിധികൾ. കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരിയെ വലിയ മാർജിനിൽ കടന്ന് പശ്ചിമ ബംഗാളിലെ ബർഹാംപൂരിൽ നിന്ന് സഭയിലെത്തുന്ന തൃണമൂൽ പ്രതിനിധിയായ മുൻ ക്രിക്കറ്റർ യൂസുഫ് പത്താനാണ് പ്രമുഖരിൽ ഒരാൾ. 78 മുസ്ലിം സ്ഥാനാർത്ഥികളാണ് മുഖ്യധാരാ കക്ഷികളെ പ്രതിനിധാനം ചെയ്ത് ഇത്തവണ മത്സര രംഗത്തുണ്ടായിരുന്നത്. 2019-ൽ 115 പേർ മത്സരിക്കുകയും 26 പേർ ജയിക്കുകയും ചെയ്തിടത്താണ് ഇത്രയും വലിയ കുറവ്. ഇത്തവണ ഹൈദരാബാദിൽ 3 ലക്ഷത്തിലേറെ വോട്ട് ഭൂരിപക്ഷവുമായാണ് AIMIM അധ്യക്ഷൻ അജ്രുദ്ദീൻ ഉവൈസി സഭയിലെത്തുന്നതെങ്കിൽ ബരാമുല്ലയിൽ മറ്റൊരു സ്വതന്ത്രൻ അബ്ദുൾ റാഷിദ് ഷേഖ് 2 ലക്ഷത്തിലേറെയും ശ്രീനഗറിൽ ആഗ സയ്യിദ് മെഹ്ദി 1.88 ലക്ഷത്തിന്റെയും ഭൂരിപക്ഷവുമായാണ് ജയം നേടിയത്. കേരളത്തിൽ ലോക്സഭാ പോരിനിറങ്ങിയ 5 നിയമസഭാംഗങ്ങളിൽ 2 പേർക്ക് വിജയം. ഇതോടെ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പായി. പാലക്കാട്, ചേലക്കര മണ്ഡലങ്ങളാണ് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുക. ഇതിൽ ഒരു മണ്ഡലം CPM-ന്റെയും 1 കോൺഗ്രസിന്റെയുമാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതോടെയാണ് അദ്ദേഹം നിയമസഭയിൽ പ്രതിനിധാനം ചെയ്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായത്. മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിൽ വിജയിച്ചതോടെ അദ്ദേഹത്തിന്റെ ചേലക്കര മണ്ഡലത്തിലും ഒഴിവ് വരും. മത്സരിച്ച മറ്റ് MLA-മാരായ KK ശൈലജ വടകരയിലും M മുകേഷ് കൊല്ലത്തും V ജോയ് ആറ്റിങ്ങലും പരാജയപ്പെട്ടു. CPM പോരിനിറക്കിയ 4-ൽ 3 MLA-മാരും പരാജയപ്പെട്ടു. കോൺഗ്രസ് ഇറക്കിയ ഏക സിറ്റിംഗ് MLA-യായ ഷാഫി പറമ്പിൽ ലക്ഷ്യം കാണുകയും ചെയ്തു. CPM-ന്റെ ഏക വിജയിയായ K രാധാകൃഷ്ണൻ ആലത്തൂരിൽ ജയിച്ചതോടെ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കേണ്ടി വരും. ആറ്റിങ്ങലിൽ അവസാന നിമിഷം വരെ പൊരുതിയാണ് V ജോയ് പരാജയം സമ്മതിച്ചത്. ജയിച്ച MLA-മാരിൽ ഉയർന്ന ഭൂരിപക്ഷം ഷാഫി പറമ്പിൽ നേടിയ 1,14,506 ആണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 20-ൽ 18 സീറ്റിലും വിജയിച്ച വീണ്ടും UDF തരംഗം സൃഷ്ടിച്ചു. 2019-ൽ 19 സീറ്റും UDF-നായിരുന്നു. ഇത്തവണ ആലത്തൂരിൽ LDF-ഉം തൃശൂരിൽ NDA-യും വിജയിച്ചു. സുഗതകുമാരി നവതി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് പട്ടം ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രി പരിസരത്ത് സുഗത നക്ഷത്ര ഉദ്യാനം പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നു. ചടങ്ങിൽ ആശുപത്രിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേണൽ രാജീവ് മണ്ണാളി അധ്യക്ഷത വഹിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TK നായർ രാവിലെ 10:30-ന് ഉദ്ഘാടനം നിർവഹിക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. തലശ്ശേരിയിലുണ്ടായ വാഹനാപകടത്തിൽ പൂനൂർ മങ്ങാട് സ്വദേശി മരിച്ചു. കൂർക്കമ്പറമ്പത്ത് മൊയ്തീൻ ഹാജിയുടെ മകൻ EH അബ്ദുറഹ്മാനാണ് മരിച്ചത്. അടക്കയുമായി പൂനൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോയ അബ്ദുറഹ്മാൻ സഞ്ചരിച്ച ഗുഡ്സ് വാഹനം തലശ്ശേരി മാഹി ബൈപ്പാസിൽ ചോനാടത്ത് വെച്ച് റോഡരികിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിൽ ഇടിച്ചാണ് അപകടം. ഇന്നലെ പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. വാഹനത്തിൽ കുടുങ്ങിയ അബ്ദുറഹ്മാനെ തലശ്ശേരി ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. വാഹനത്തിലെ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അബ്ദുറഹ്മാന്റെ മാതാവ് കുഞ്ഞാത്തുമ്മ ഹജുമ, ഭാര്യ റസ്നാബി, മകൾ നസ്മിയ ബദുൽ, മുഹമ്മദ് അമീൻ, സഹോദരങ്ങൾ ഈച്ചേരി നാസർ, EH മുഹമ്മദ് അലി, റംല തലയാട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച ഇന്നലെ രാത്രി 8-ന് മങ്ങാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.